വെൽക്കം ബാക്ക് ടു എനി വീഡിയോ ഗൈസ്. ഇന്ന് പുതിയൊരു വീഡിയോ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ട്രൈങ് ടു പാസ് എ ഫണ്ടഡ് അക്കൗണ്ട് ചാലഞ്ച്. ഞാൻ 2 ദിവസം മുന്നേ പുതിയൊരു ഫണ്ടഡ് അക്കൗണ്ട് ചാലഞ്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ചാലഞ്ച് പാസ് ചെയ്യണ ഒരു പ്രോസസ്സ് ഡോക്യുമെൻ്റായിട്ട് യൂട്യൂബിൽ ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു വീഡിയോ സീരീസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഫസ്റ്റ് ട്രേഡ് അതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ആയിരുന്നു. ഞാൻ മിനിഞ്ഞാന്നായിരുന്നു, മൺഡേ ആയിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൻ്റെ ക്രെഡൻഷ്യൽസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി. ആൻഡ് അതുകൊണ്ട് ഇന്നലെ ആയിരുന്നു ആ ഒരു ഫസ്റ്റ് ട്രേഡിംഗ് ഡേ, ഇന്നലെ ആയിരുന്നു. ആൻഡ് അതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഫസ്റ്റ് ആ ഒരു 2 ട്രേഡായിരുന്നു ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ 2 ട്രേഡ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ട്രേഡിലോട്ട് പോണതിന് മുന്നേ ആ ഒരു ചലഞ്ചിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ ഞാൻ തരാം. എൻ്റെ ടാർഗറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, റൂൾസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പോവാം. ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗോഡ് ഫണ്ടഡ് ട്രേഡേഴ്സിൻ്റെ GFTയുടെ ചലഞ്ചായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് ആ ഒരു പ്ലാൻ നോക്കുവാണെങ്കിൽ ആൻഡ് നോർമലിൻ്റെ അകത്ത് ടു സ്റ്റെപ്പിൽ ഗോട്ടായിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഒരു 25K അക്കൗണ്ട് ആയിരുന്നു. ഗോട്ടിലും നോ ടൈം ലിമിറ്റ് തന്നെയാണ്. ബട്ട് നോ ടൈം ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 100 ടൈംസ് ലിവറേജ് കിട്ടും. ആൻഡ് ഗോട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ 1:50 ആണ്, 50 ടൈംസ് ആണ് ലിവറേജ് കിട്ടണത്. കുഴപ്പമില്ല, ഞാൻ മാക്സിമം ഒരു ട്രേഡിൽ 1% ഒക്കെയാണ് റിസ്ക് ചെയ്യണത്. അതുപോലെ തന്നെ SLും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അബൌട്ട് 10 പിപ്സ് ഒക്കെ SL പോകേണ്ടത്. അതുകൊണ്ട് വലിയൊരു ഹൈ ലിവറേജിൻ്റെ ആവശ്യം എനിക്ക് ശരിക്കും വരണില്ല. അതുപോലെ തന്നെ ചില സമയത്ത് ഒരു ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്വിംഗ് ടൈപ്പ് ട്രേഡ്സും ആണ് പോകാറ്. അതുകൊണ്ട് ഹൈ ലിവറേജ് എനിക്ക് അവിടെ ആവശ്യം വരണില്ല. അതുകൊണ്ട് ഞാൻ 1:50 ഗോഡ് ചലഞ്ചായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പ്ലാറ്റ്ഫോം നോക്കുവാണെങ്കിൽ ട്രേഡ് ലോക്കർ ആയിരുന്നു പ്ലാറ്റ്ഫോമായിട്ട് ചൂസ് ചെയ്തത്. ഓക്കെ, നോർമൽ, 2 സ്റ്റെപ്പ്, ഗോഡ്, ട്രേഡ് ലോക്കറാണ് പ്ലാറ്റ്ഫോം വരുന്നത്. അക്കൗണ്ട് സൈസ് 25K ആണ്. അതിനകത്തുള്ള ടാർഗറ്റും റൂൾസും നോക്കുവാണെങ്കിൽ ഫേസ് 1 ടാർഗറ്റ് വരുന്നത് 8% ആണ്. നമ്മുടെ അക്കൗണ്ട് സൈസിൻ്റെ 8% ആണ് ഫേസ് 1 ടാർഗറ്റായിട്ട് വരുന്നത്. 25Kയുടെ 8% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $2,000 ആണ് അതിൻ്റെ അകത്ത് ടാർഗറ്റായിട്ട് വരുന്നത്. ഫേസ് 1 ഞാൻ പാസ് ചെയ്യാൻ ജനറേറ്റ് ചെയ്യേണ്ട ടാർഗറ്റ് 8% ആണ്. $2,000 പ്രോഫിറ്റാണ് ഞാൻ ഫേസ് 1 കറൻറ്റ് ഫേസിൻ്റെ അകത്ത് ഞാൻ ജനറേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് മിനിമം ട്രേഡിംഗ് ഡേയ്സ് 0 ആണ്. മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഇല്ല. ആൻഡ് ഡെയിലി ഡ്രോ ഡൗൺ 4% ആണ്. 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമുക്കിവിടെ ഒരു ദിവസം ലോസ് വരുത്താൻ പറ്റണത് $1,000 ആണ്. $1,000 ലോസ് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ബ്രീച്ച് ആയി, അക്കൗണ്ട് സൈസിൻ്റെ 4% ലോസ് ആയി കഴിഞ്ഞു. ഓക്കെ, ഞാൻ മാക്സിമം വീക്ക്ലി 2-3 ട്രേഡ്സാണ് എടുക്കുന്നത്. ചില സമയത്താണ് മാക്സിമം പൊക്ക് കഴിഞ്ഞ ഒരു ഡെയിലി 2 ട്രേഡ്സൊക്കെ എടുക്കാറുള്ളൂ. അതും 1% ആണ് മാക്സിമം റിസ്ക് വരുന്നത്. അതുകൊണ്ട് 4% എനിക്ക് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് 4% ആണ് ഡെയിലി ഡ്രോ ഡൗൺ വരുന്നത്. നിങ്ങൾ നോ ടൈം ലിമിറ്റിലോട്ട് പോവുകയാണെങ്കിൽ 5% വരും. ബട്ട് ടാർഗറ്റ് 10% ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. ബട്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഡെയിലി ഡ്രോ ഡൗൺ 4% ആണ്. പിന്നെ നെക്സ്റ്റ് മാക്സിമം ഡ്രോ ഡൗൺ നോക്കിക്കഴിഞ്ഞാൽ 10%. ടോട്ടൽ ലോസ് വരുത്താൻ പറ്റണത് അക്കൗണ്ട് സൈസിൻ്റെ 10%, $2,500 ആണ് മാക്സ് ലോസ് വരുന്നത്. പിന്നെ ട്രേഡിംഗ് പീരിയഡ് നോ ടൈം ലിമിറ്റ് ആണ്. ആൻഡ് ലിവറേജ് നോക്കി കഴിഞ്ഞാൽ 1:50 ടൈംസ് ആണ് ലിവറേജ് കിട്ടണത്. ഫേസ് 1 പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഇല്ല. ആൻഡ് ഫേസ് 2 സ്റ്റെപ്പ് 2ലോട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ ടാർഗറ്റ് പറഞ്ഞത് 6% ആണ്. അക്കൗണ്ട് സൈസിൻ്റെ 6% ആണ് ഫേസ് 2 ടാർഗറ്റ് വരുന്നത്. 25Kയുടെ 6% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ഒരു $1,500 ആണ് ഫേസ് 2 പ്രോഫിറ്റ് ടാർഗറ്റ് വരുന്നത്. അവിടുത്തെ മിനിമം ട്രേഡിംഗ് ഡേ 0 ആണ്. ഡെയിലി ഡ്രോ ഡൗൺ 4%. ഫേസ് 1 പോലെ തന്നെയാണ്. ഡെയിലി ഡ്രോ ഡൗൺ സെയിം ആണ്. മാക്സിമം ഡ്രോ ഡൗൺ സെയിം ആണ്. നോ ടൈം ലിമിറ്റ്, ലിവറേജ് സെയിം ആണ്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് ഫേസ് 2 പ്രോഫിറ്റ് സ്പ്ലിറ്റ് നമുക്ക് കിട്ടത്തില്ല. 100 സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് സ്പ്ലിറ്റിൻ്റെ കാര്യങ്ങളോട്ട് വരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഗോട്ട് അക്കൗണ്ട് ആൻഡ് അതായത് ലൈവ് അക്കൗണ്ടിലോട്ട് പോവുകയാണെങ്കിൽ ഫസ്റ്റ് പേ ഔട്ട് ആൻഡ് ഡിമാൻഡ് ആണ്. അതുപോലെ തന്നെ റൂൾസ് കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. 4% ഡെയിലി മാക്സ് ഡ്രോ ഡൗൺ, ഡെയിലി ഡ്രോ ഡൗൺ 10% മാക്സ് ഡ്രോ ഡൗൺ, നോ ടൈം ലിമിറ്റ്, 1:50 ലിവറേജ്. ലൈവ് അക്കൗണ്ടിലോട്ട് പോയി കഴിഞ്ഞാലും സെയിം ലിവറേജ് ആണ്. പിന്നെ അപ് ടു 95%, അതൊരു നോർമൽ 80% ആണ്. അപ് ടു 95% പേ ഔട്ട് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു എമൗണ്ട് കൊടുത്തിട്ട് അത് പർച്ചേസ് ചെയ്യണം. ഒരു ആഡ് ഓൺ ആണ്. ഞാൻ 80% ആണ്, ഞാൻ ആഡ് ഓൺ കൊടുത്തിട്ടില്ല. ആൻഡ് അതിൻ്റെ കോസ്റ്റ് വന്നത് ഓൾമോസ്റ്റ് ഒരു $153 ആണ് കോസ്റ്റ് വന്നത്. ബട്ട് ഗോട്ടിൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു, ഒരു 50% ഓഫ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു
ഹാഫ് എമൗണ്ടിന് ആ ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്യാൻ പറ്റിയായിരുന്നു. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഡിസ്ക്രിപ്ഷൻ്റെ അകത്തോട്ട് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ട്രേഡ്സിലോട്ട് പോവാം. അപ്പോൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നത് 2 ട്രേഡ്സ് ആയിരുന്നു. ഓക്കെ, സോ ഒന്ന് USD CHFിലായിരുന്നു, ഒന്ന് നമ്മുടെ യൂറോ USDയിലായിരുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ട്രേഡ് USD CHFിൽ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് ഒരു സ്മോൾ ലോസിലായിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഓൾമോസ്റ്റ് ഒരു $70, ഒരു 0.3% ലോസിലായിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ട്രേഡ് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് 1% റിസ്ക് ചെയ്തിട്ടില്ല. സോ 1%ന് താഴെയാണ്, എനിക്ക് തോന്നുന്നു ഒരു $100 ആണ് ആ ഒരു ട്രേഡിൽ ഞാൻ റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അതൊരു ബാഡ് എക്സിറ്റ് ആയിരുന്നു. സോ അതിനുള്ള റീസൺ ഞാൻ പറയാം. ഓക്കെ, സോ അതിൻ്റെ അകത്തൊരു $75 കമ്മീഷൻ അടക്കം ഒരു $75 ലോസ് ആണ് വന്നിട്ടുള്ളത്, ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് ട്രേഡ് വന്നിട്ട് യൂറോ USDയിലായിരുന്നു, അത് ലോങ് ആയിരുന്നു. അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 1% പ്ലസ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ടെർമിനലിലോട്ട് പോയി കഴിഞ്ഞാൽ, സോ ട്രേഡറാണ്, ട്രേഡ് ലോക്കറാണ്. സോ ട്രേഡ് ലോക്കറിൻ്റെ ടെർമിനലോട്ട് വന്നു കഴിഞ്ഞാൽ ക്ലോസ്ഡ് പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ 2 ട്രേഡ്സാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഒന്ന് ലോസാണ്, ഒന്ന് പ്രോഫിറ്റിലാണ്. ഓക്കെ, സോ ടോട്ടൽ ഒരു $258 പ്രോഫിറ്റിലാണുള്ളതെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ കറൻ്റ് ഒരു 1% പ്രോഫിറ്റിലാണുള്ളത്. സോ ഇവിടെ മാർജിൻ അവൈലബിൾ നോക്കി കഴിഞ്ഞാൽ 24,244 കാണാം. സോ കമ്മീഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു 258 കമ്മീഷനൊക്കെ കഴിച്ചിട്ട് $244, ക്ലോസ് ടു 1% പ്രോഫിറ്റിലാണ് കറൻ്റ് ഉള്ളതെന്ന് പറയാം. ആൻഡ് ഈ ഒരു 2 ട്രേഡ്സ് എടുക്കാനുള്ള റീസൺസ് പറയാം. ഓക്കെ, ഇവിടെ ഫീ ഒരു $9, സ്വാപ്പ് ഒരു ഞാനൊരു യൂറോ USD ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ് ഇവിടെ ഒരു സ്വാപ്പ് ഫീ ഇവിടെ കാണാൻ പറ്റണത്. ആൻഡ് ആ ഒരു 2 ട്രേഡ്സ് എടുക്കാനുള്ള റീസൺസ് ഞാൻ പറയാം. സോ ഫസ്റ്റ് ട്രേഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ USD CHFിലായിരുന്നു. ഓക്കെ, സോ USD CHFിൽ കാരണം ഒരു ഷോർട്ട് ട്രേഡ് ആയിരുന്നു. കാരണം നമ്മളൊരു ബയാസ് നോക്കിക്കഴിഞ്ഞാൽ ബാരിഷ് ബയാസിലാണ്. സോ USD CHFിൻ്റെ വീക്ക്ലി ടൈം ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ, സോ ഇവിടെ നല്ലൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി പെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു വീക്ക്ലി ബാരിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അത് ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യണത് ദെൻ ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ചിലോട്ടുള്ള ഒരു റണ്ണാണ് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ 4 hourൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ആൻഡ് ഇന്നലെ ആയിരുന്നു ആ ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മൺഡേ ഇവിടെ വേറൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. സോ മൺഡേ ഇതിൻ്റെ അകത്ത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ മൺഡേ ഒരു പ്രീവിയസ് ഹൈ ഒക്കെ സ്വീപ്പ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, സോ മൺഡേ വന്നിട്ട് ഇവിടെ നമ്മുടെ മൺഡേ വന്നിട്ട് ഫ്രൈഡേയിലത്തെ ഹൈ സ്വീപ്പ് ചെയ്ത് കാണാം. സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് ഡൗണും അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. സോ അത് നമുക്ക് പിന്നെ പറയാം. ഞാൻ ഈ ഒരു ട്രേഡിൻ്റെ അകത്ത് ആ ഒരു സെറ്റപ്പ് എടുത്തിട്ടില്ല. ആൻഡ് ചൊവ്വാഴ്ച ഇന്നലെ ആയിരുന്നു ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ട്രേഡ് എടുക്കാനുള്ള റീസൺ, ഇവിടെ നമുക്കൊരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാം. ഓക്കെ, സോ ആ ഒരു 4 hour ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് പ്രൈസ് വന്നപ്പോഴായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഓൾറെഡി ബയർസ് ആണ്. അതുപോലെ തന്നെ 50 മിനിറ്റിലായിരുന്നു എൻട്രി വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് 50 മിനിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ, സോ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ പ്രീവിയസ് 15 മിനിറ്റ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ, സോ നമ്മുടെ ഞാൻ പറഞ്ഞ മൺഡേയിലത്തെ എൻട്രി ഈ ഒരു ഏരിയയിലായിരുന്നു. ഓക്കെ, സോ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് വന്നു, റിജക്ഷൻ ഫോം ചെയ്ത് ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ നെക്സ്റ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഏരിയയിലായിരുന്നു. ആൻഡ് അവിടെ നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഉണ്ടായിരുന്നു. സോ ഒരു എക്സ്ട്രാ കൺഫർമേഷൻ കിട്ടി. ഓക്കെ, സോ 4 hourൽ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഈ ഒരു 15 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പും പ്രൈസ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. സോ എൻട്രി എടുത്തിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ എൻട്രി പ്രൈസ് 0.84794 84794 ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് 84794. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഷോർട്ട് എൻട്രി 84794. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട്. ആൻഡ് സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ഈ ഒരു സ്വിംഗ് ഹൈയിലായിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ടാർഗറ്റ് ഞാനൊരു 1:3, ഓൾമോസ്റ്റ് 1:2 1:3 ആ ഒരു റേഞ്ചിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പ്രൈസ് പോയിട്ട് നമ്മുടെ ഡയറക്ഷനിലോട്ട് പോയത് കാണാം. ബട്ട് ഞാനത് എക്സിറ്റ് ചെയ്തായിരുന്നു. ഞാനത് എക്സിറ്റ് ചെയ്ത ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ്
ടൈം ഒരു 7:15 ആ ഒരു ടൈമിന് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആ ഒരു ജേണലിലോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എക്സിറ്റ് ചെയ്യാനുള്ള റീസൺ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് എക്സിറ്റഡ് ആഫ്റ്റർ ബിക്കോസ് ഓഫ് ന്യൂസ് ഇൻ 50 മിനിറ്റ്സ് പ്രൈസ് വാസ് ക്ലോസ് ടു എസ് എൽ ടു അവോയ്ഡ് എസ് എൽ. അതായത് അന്നത്തെ ദിവസം, അതായത് ഇന്നലെ 7:30 നോക്കുവാണെങ്കിൽ ട്യൂസ്ഡേ 7:30 PM CB കൺസ്യൂമർ കോൺഫറൻസിൻ്റെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ന്യൂസ് ഉള്ളതുകൊണ്ട് 15 മിനിറ്റിൻ്റെ അകത്ത് ന്യൂസ് ആണ്, അതുപോലെ തന്നെ പ്രൈസ് ക്ലോസ് ടു എസ് എൽ ആണ്. ആൻഡ് നമ്മുടെ എഗെയിനിസ്റ്റ് പോവുകയാണെങ്കിൽ നല്ലൊരു സ്ലിപ്പേജ് എന്തായാലും ഉണ്ടാവും. സോ ആ ഒരു സ്ലിപ്പേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് എഗെയിനിസ്റ്റ് പോവുകയാണെങ്കിൽ സ്ലിപ്പേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അല്ല, ഫോർച്ചുനേറ്റ്ലി ട്രേഡ് നമ്മുടെ ഡയറക്ഷനിലോട്ട് തന്നെ പോയി. സോ ആ ഒരു ന്യൂസിൻ്റെ സമയത്ത് ന്യൂസ് നമ്മുടെ ഡയറക്ഷനിലോട്ട് തന്നെ പോയിട്ട് ടി പി എത്തിയിട്ടുണ്ട്. ബട്ട് ഞാൻ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടുള്ള ഒരു എക്സിറ്റ് ആയിരുന്നു. സോ എക്സിറ്റ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു $70 കമ്മീഷൻ അടക്കം ഒരു $75 ലോസിലായിരുന്നു ആ ഒരു ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതായിരുന്നു ഫേസ്റ്റ് ട്രേഡ് വന്നിട്ട്. ഓക്കെ, അതൊരു പാർഷ്യൽ ലോസിലായിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ട്രേഡ് വന്നിട്ട് യൂറോ USDയിലായിരുന്നു. സോ അതൊരു ക്ലീൻ സെറ്റപ്പ് ആയിരുന്നു. സോ യൂറോ USD വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുവാണെങ്കിൽ ബുള്ളിഷാണ്. കാരണം കറൻ്റ്ലി പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. സോ മിറ്റിഗേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മളൊരു ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ചാണ്. സോ ഇവിടെ ഒരു ഈക്വൽ ഹൈസ് പോലെ ഒരു ഫോർമേഷൻ കാണാം. ഓക്കെ, ഓൾറെഡി ബയേഴ്സ് ബുള്ളിഷാണ്. ആൻഡ് 4 ഓവറിലോട്ട് പോവുകയാണെങ്കിൽ 4 ഓവറിൽ ആ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഇവിടെ കാണാൻ പറ്റണ ഇവിടെ. ഓക്കെ, ഇവിടെ നമുക്കൊരു റണ്ണ് കാണാം. ഓക്കെ, ഈ ഒരു റണ്ണിന് മുന്നേ ഇവിടെ നല്ലൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടായിരുന്നു. സോ 4 ഓവർ ജസ്റ്റ് 4 ഓവർ സ്ട്രക്ചർ മാത്രം നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ബ്രേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ്. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഹൈ ഓൾറെഡി ഇന്ന് രാവിലെ എടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു ഈക്വൽ ഹൈസിലോട്ടാണ് പ്രൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇത് എടുക്കാനുള്ള റീസൺ ഈ ഒരു മൂവിൻ്റെ സമയത്ത് നമുക്ക് ഇവിടെ എന്ത് കാണാം, ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുള്ള കാണാം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നല്ലൊരു 4 അവറിലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടി ഉണ്ടായിരുന്നു. ഓക്കെ, സോ ലിക്വിഡിറ്റി എടുത്തു, അപ്പ് സൈഡ് പോയി, ഒരു സ്ട്രോങ് ക്ലോസ്. അപ്പോൾ ഇതൊരു ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ, അതായത് ആ ഒരു സ്വീപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിന് മുന്നേ ഉള്ള ഈ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഞാനൊരു ബുള്ളിഷ് ഔട്ട് ബ്ലോക്ക് ആയിട്ട് കൺഫേം ചെയ്തു. സോ 4 ഓവർ ഔട്ട് ബ്ലോക്ക് ആയിട്ട് കൺഫേം ചെയ്തു. സോ പ്രൈസ് അതിൻ്റെ അകത്തോട്ട് വന്നു. അതിൻ്റെ അകത്തോട്ട് വന്നിട്ട് റിട്രേസ് ചെയ്യുന്ന സമയത്തായിരുന്നു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ജസ്റ്റ് 15 മിനിറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ലേറ്റ് നൈറ്റ് ലണ്ടൻ ക്ലോസ് കിൽ സോൺ എൻട്രി ആയിരുന്നു. ഓക്കെ, സോ ഇതിൻ്റെ അകത്തോട്ട് വന്നിട്ട് ഇവിടുത്തെ ഒരു ഫോർമേഷൻ നോക്കുവാണെങ്കിൽ, സോ അന്നത്തെ ദിവസം നമ്മൾ നോക്കുവാണെങ്കിൽ, അതായത് ലണ്ടൻ സെഷൻ്റെ അകത്തോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഏഷ്യയുടെ ലോ കിടപ്പുണ്ടായിരുന്നു. ഏഷ്യയുടെ ലോ എടുത്തിട്ടില്ല. ഓക്കെ, സോ ഒരു ഡൈവേർജൻസ് ഫോം ചെയ്തു. അതേസമയം നമ്മുടെ DXYയിൽ നോക്കുവാണെങ്കിൽ ഏഷ്യയുടെ ഹൈ എടുത്തിട്ടാണ് DXY ഇന്നലെ പോയിട്ടുള്ളത്. ഏഷ്യയുടെ ഹൈ നമുക്ക് ഇവിടെ കാണാം. ഏഷ്യയുടെ ഹൈ എടുത്തു പോയി. സോ ഒരു SMT ഡൈവേർജൻസ് അവിടെ ഫോമായി. ഓക്കെ, സോ എന്തായാലും പ്രൈസ് അപ്പ് സൈഡ് പോവാണെന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടി. ഇവിടെ ഒരു SMT കിട്ടി. സോ DXY ആയിട്ടായിരുന്നു SMT കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിന് ഓക്കെ, സോറി, നമ്മുടെ ചാർട്ട് മാറിപ്പോയി. ഓക്കെ, ഇവിടെ SMT കിട്ടി. SMT കിട്ടിയതിന് ശേഷം നമുക്ക് ഇവിടെ അഗെയിൻ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. സോ ഇവിടെ ഒന്നും ഞാൻ എൻട്രി എടുത്തിട്ടില്ല. ഇവിടെ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. ആൻഡ് നെക്സ്റ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് നമുക്ക് കിട്ടിയത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, ആ ഒരു സമയത്ത് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ 7:30 to 8:30 ആയിരുന്നു നമ്മുടെ സിൽവർ ബുള്ളറ്റ് ടൈമിൻ്റെ അകത്തായിരുന്നു. ആ ഒരു സമയത്ത് ഓൾമോസ്റ്റ് ഈ ഒരു പുഷ് നമുക്ക് കാണാം. 7:30 ടൈമിനൊരു പുഷ് കാണാം. സോ ആ ഒരു പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ലിക്വിഡിറ്റി കൂടെ എടുത്തിട്ടായിരുന്നു ആ ഒരു പുഷ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു, പുഷ് കിട്ടി, നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ അകത്തിട്ട് വന്നിട്ടുള്ള നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നല്ല റിജക്ഷൻ ഫോം ചെയ്തിട്ടുള്ളത് കാണാം. ഓക്കെ, അതിന് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോ USD 11,557 11,557 ഈ ഒരു ഏരിയയിലായിട്ട് 11,555. ഓക്കെ, ഓൾമോസ്റ്റ്
557. ഓക്കെ, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടായിരുന്നു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു 20 പിപ്സ് ആ ഒരു രീതിയിലായിരുന്നു. ഓക്കെ, സോ ഈ ഒരു സിംഗിൾ വെച്ചിട്ടില്ല, കാരണം ഇതൊരു ഓർഡർ ബ്ലോക്ക് കൂടിയാണ്. അതായത് ഈ ഒരു സ്വീപ്പ് ഈ ഒരു ക്യാൻഡിൽ ഒരു ഓർഡർ ബ്ലോക്ക് കൂടിയാണ്. ബട്ട് അതിനെ റെസ്പെക്ട് ചെയ്യും, അതായത് ഇനിയും താഴോട്ട് വരുവാണെങ്കിൽ അതിനെ റെസ്പെക്ട് ചെയ്യുന്നുള്ള രീതിയിൽ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ടാർഗറ്റ് ഈ ഒരു ഹൈ ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 1:2 ആയിരുന്നു ആ ഒരു ട്രേഡിൽ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് ഞാൻ ആ ഒരു ഫുൾ ടാർഗറ്റ് എത്താൻ വേണ്ടി ഇന്നില്ല. ഓക്കെ, സോ ഒരു 9:30 ആയപ്പോൾ, അതായത് ഏഷ്യൻ റേഞ്ച് എൻഡ് ചെയ്തപ്പോൾ ചെറിയ റിവേഴ്സൽ സ്റ്റാർട്ടായപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പോയിന്റ് ഡി പി പ്രൈസ് എക്സിറ്റ് ഓക്കെ ഒരു 1.12023 12023 2023 ഒരു മിനിറ്റ്. One two zero two three 12023. ഓക്കെ, അതിൻ്റെ അകത്ത് എന്തോ കിടപ്പുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ എത്തിയപ്പോഴായിരുന്നു, അതായത് ഈ ഒരു റിജക്ഷൻ വന്നപ്പോഴായിരുന്നു തോന്നുന്നു ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 12023 അല്ലല്ലോ പ്രൈസ് വന്നിട്ട്. ഓക്കെ, ഞാൻ ടി പി സെറ്റ് ചെയ്തിട്ടുള്ള പ്രൈസ്, ഓക്കെ എക്സിറ്റ് ചെയ്ത പ്രൈസ് അത് ഞാൻ ടി പി സെറ്റ് ചെയ്തിട്ടുള്ള പ്രൈസ് ആയിരുന്നു. എക്സിറ്റ് വന്നത് 11969. 11969. ഓക്കെ, ഈ ഒരു പ്രൈസിലായിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിന് ശേഷം പ്രൈസ് റിവേഴ്സ് പോയത് കാണാം. ഓക്കെ, സോ ഞാൻ ഒരു ഏഷ്യൻ ലെറ്റർ മാനിപ്പുലേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഫുൾ ടാർഗറ്റ് എത്താൻ നിന്നില്ല. ഓൾമോസ്റ്റ് ഒരു 1.97, ഓൾമോസ്റ്റ് ഒരു 1:2 ആ ഒരു റേഞ്ചിലായിരുന്നു എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ 1% ഞാൻ റിസ്ക് ചെയ്തിട്ടില്ല. സോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും സെക്കൻഡ് ട്രേഡ് ആയതുകൊണ്ടും ഫസ്റ്റ് ട്രേഡ് ലോസ് ആയതുകൊണ്ടും ഞാൻ ഇതിൻ്റെ അകത്ത് വലിയ രീതിയിൽ ഓൾമോസ്റ്റ് ഒരു $200 അടുപ്പിച്ച് $200 താഴെയാണ് ഞാൻ ഈ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ ടാർഗറ്റ് വന്നപ്പോൾ ഓൾമോസ്റ്റ് വരണത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു $329 ടാർഗറ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലോസും നേരത്തെ ഉണ്ടായിരുന്ന USD CHF ലോസും രണ്ടും കൂടി ഒരു $258 പ്രോഫിറ്റിലോട്ട് വന്നു. ബട്ട് ഈ ഒരു ട്രേഡ് ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ട് സ്വാപ്പ് ഉണ്ടായിരുന്നു, $5 സ്വാപ്പ് ഉണ്ടായിരുന്നു, ആൻഡ് കമ്മീഷനും ഉണ്ടായിരുന്നു. സോ ഒക്കെ കൂടി ഒരു കറൻ്റ്ലി ഒരു +1% പ്രോഫിറ്റിലാണ് നമ്മൾ, ക്ലോസ് ടു 1% പ്രോഫിറ്റിലാണ് നമ്മളുള്ളത്. ആൻഡ് ഇനിയും ഒരു 7% ടു ഗോ. ഒരു 7% പ്രോഫിറ്റ് കൂടി ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ചലഞ്ച് പാസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ഒരു ചലഞ്ചിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്കിനി കാണാം, ഇത് ഡേ 1 ആണ്. സോ ഇനിയുള്ള ട്രേഡ്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോ പാർട്ടായിട്ട് നമുക്ക് വീഡിയോ സീരീസ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ വേറൊരു വീഡിയോയിൽ കാണാം, പാർട്ട് 2 ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. സോ അപ്പോൾ എല്ലാവർക്കും ബൈ.